ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ സെൽഫ് അപ്ഡേഷന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണ് എല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെയും ജോയിൻ ചെയ്യാനായിട്ട് ഇന്ന് കുറച്ച് പേര് കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മള് ഇത്രയും ക്ലാസ്സിലും നമ്മൾ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? അപ്പൊ ഇന്നും അതുപോലത്തെ ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും. ഈ ടോപ്പിക് എന്ത് ചെയ്യുന്നറിയോ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവയർനെസ് അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, ഏത് മേഖലയിലാണെങ്കിലും അതിലൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് സെൽഫ് അപ്ഡേഷന്റെ ഓരോ ടോപ്പിക്കും സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് അവയർനെസ്, സെൽഫ് ലവ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് ഫോർഗീവ്നെസ്. ഓക്കെ, അതുപോലത്തെ ടോപ്പിക്കാണ്. അതെന്താണ് ഇതിനൊപ്പം ഒക്കെ സെൽഫ് വരാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം, സെൽഫ് വന്നിട്ടുള്ള ഈ ടോപ്പിക്കുകളിലൊക്കെ ഇത് നമ്മൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം സെൽഫ് റെസ്പെക്ട് എന്ന് പറയുകയാണെങ്കിലും സെൽഫ് ലവ് എന്ന് പറയുകയാണെങ്കിലും നമ്മൾക്ക് മാത്രമേ അത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പുറത്തൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ മാത്രമാണ് നമ്മുടെ ഒപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾക്ക് മാത്രം ആണ് എപ്പോഴും നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുക. നമ്മൾ മറ്റുള്ള ഒരാളെ അത് കൊടുക്കാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് പല സമയത്തും നിരാശയേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾക്ക് നമ്മളുടെ സെൽഫ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരുപാട് പേര് ടാസ്ക് ചെയ്തത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, ആ ഒരു ഹാബിറ്റ്, നമ്മൾ സെൽഫിനെ കെയർ ചെയ്യുന്ന ഹാബിറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈഫിൽ ഒരു കമ്പാരിസൺ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കമ്പയർ ചെയ്യില്ല, പകരം നമ്മൾ നമ്മളെ സെൽഫ് അക്സെപ്റ്റൻസ് നടത്തും. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ പകരം ആസ് എ ഹ്യൂമൻ അങ്ങനെ സംഭവിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർഗീവ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൽ നമ്മൾ അവെയർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് തിരുത്തും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന അറിയുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. കാരണം നമ്മളെ സ്നേഹിച്ചിട്ട് സക്സസിലേക്ക് എന്തിലേക്ക് പോകുമ്പോഴാണ് ആ യുണീക്ക് ക്വാളിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വേറൊരാളാക്കാനായിട്ട് ശ്രമിക്കും, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊക്കെ. അപ്പൊ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നമ്മളായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുക, സക്സസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുക. അപ്പോഴാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള, നമുക്ക് പടച്ചവൻ തന്നിട്ടുള്ള ആ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലോകത്ത് നമുക്ക് ആഹ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അത് ലോകത്തിന് ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റാം. ഓക്കെ, അപ്പൊ ഞാൻ രത്തൻ ടാറ്റയുടെയും യൂസഫ് അലിയുടെയും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അപ്പം ആ രീതിയിലുള്ള ഒരു സക്സസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അങ്ങനെയുള്ള രീതിയിലേക്ക് സക്സസിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെൽഫ് വർത്ത്. ഓക്കെ, സെൽഫ് വർത്ത്. അപ്പോ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരെ കൊണ്ടും കുറച്ച്, നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ അതിൽ എഴുതണം. ഓക്കെ, ജെന്യുവിൻ ആയിട്ട് നിങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ തോന്നിയിട്ടുള്ളത് ആ രീതിയിൽ വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നു, അപ്പം സാറിന് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ട് എഴുതുകയാണല്ലോ, അപ്പൊ ഇങ്ങനെ പോസിറ്റീവായിട്ട് എഴുതാം, അങ്ങനെയല്ല. നമുക്ക് എങ്ങനെയാണോ ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റിൽ റെഡി എന്നൊന്നും ഇടട്ടോ.
ഓക്കെ, റെഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ഇത് എഴുതണം കേട്ടോ ക്വസ്റ്റ്യൻ, കാരണം നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനൊരു തോട്ട് ആണ് പറയാം. ഓക്കെ, അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എനിക്ക് വളരെ അധികം എബണ്ടന്റ് ആയി, റിച്ച് ആയി ജീവിക്കണം. എനിക്ക് വളരെയധികം എബണ്ടന്റ് ആയി, റിച്ച് ആയിട്ട് ജീവിക്കണം എന്ന. ഓക്കെ, അങ്ങനെ ആ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ നിങ്ങൾക്ക് എന്ത് ആണ് അതിനോട് തോന്നിയിട്ടുള്ളത്? ഓക്കെ, അബണ്ടന്റ് ആയിട്ട് റിച്ച് ആയിട്ട് ജീവിക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ചിലർക്ക് തോന്നും ചിലപ്പം അബണ്ടൻസ് ഒന്നും ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ റിച്ച് ആവൊന്നും വേണ്ട, കുറച്ച് പൈസ ഒക്കെ മതി, ജീവിക്കാനായിട്ടുള്ള പൈസ ഒക്കെ മതി എന്നൊക്കെയുള്ള രീതിയിൽ ഫീൽ ചെയ്യണം. ചില ആൾക്കാർക്ക് എനിക്ക് നല്ല റിച്ച് ആവണം, അബണ്ടന്റ് ആവണം, നല്ല സക്സസ് ഉണ്ടാവണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ? അത് നിങ്ങളുടെ, നിങ്ങൾക്ക് ഉള്ളിൽ മുന്നേ തോന്നിയിട്ടുള്ളത് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ ഒരു തമ്പോ എന്തെങ്കിലും ഇടാം. ഓക്കെ, രണ്ടുപേര് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവര് അതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് വളരെയധികം ആ, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക. എനിക്ക് വളരെ സമാധാനപരമായിട്ടുള്ള ജീവിതം ഞാൻ അർഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ സെന്റൻസ്. നിങ്ങളുടെ ഉള്ളിലത്തെ തോട്ട് എന്താണ്? എനിക്ക് സമാധാനമായിട്ടുള്ള, ഞാൻ ഇത് അർഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ഇല്ല ഞാൻ അത്ര സമാധാനപരമായിട്ടുള്ള ജീവിതം അർഹിക്കുന്നില്ല, കാരണം ഞാൻ ഇങ്ങനൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ എന്റെ എനിക്ക് അത്ര അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ള സംഭവമാണെന്നോ, എങ്ങനെയോ നിങ്ങൾക്ക് എങ്ങനെയാ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ആയിട്ട് എഴുതാം. അത് എഴുതി കഴിഞ്ഞാൽ ഒരു തമ്പ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ. ഞാന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് മൂന്നാമത്തെ തോട്ട്. അതിന് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് തന്നെ ആലോചിക്കാം കേട്ടോ. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം അറിയിക്കുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ്, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു തോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് അവിടെ എന്തായിരിക്കും? സക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോബോ പ്രൊഫഷനിലേക്കോ എൻ്റർ ആവുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ലൈഫിൽ ഏതെങ്കിലും പൊസിഷനിൽ എത്തുന്നതാവാം. അതൊക്കെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കാണാം. ഓക്കെ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ ഞാൻ അർഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? എങ്ങനെയാണെങ്കിലും ചിലർക്ക് ഉണ്ടാവും സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർ, വേൾഡിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനത്തെ അതിലെ കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ല. ഞാൻ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിനെ അർഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ ഞാനും അർഹിക്കുന്നുണ്ട്, ഞാനും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് ജെന്യുവിൻ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് അതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. കഴിഞ്ഞാല് തമ്പ്. ഓക്കെ. ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ അറിയിക്കുന്നുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. എപ്പോഴും ജോയ് ജോയ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദമുള്ള, നമ്മളെ കുട്ടികളൊക്കെ പോലെ. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള, എല്ലാവരോടും ഭയങ്കര എനർജിയിൽ സംസാരിക്കുന്ന ഒരു ലൈഫ് ഞാൻ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഞാൻ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് നിങ്ങളുടെ റെസ്പോൺസ് എന്താണ്? ഓക്കെ, കഴിഞ്ഞവരെല്ലാവരും തമ്പിട്ടോളൂ. ഓക്കെ, വെരി ഗുഡ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ അർഹിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഞാൻ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ തോന്നൽ എന്താണ് അതിനെ പറ്റിയിട്ട്? നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് അർഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ചില ആൾക്കാർക്ക് ഉണ്ടാവും, ആഹ് ഞാൻ അത്ര ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഒന്നും അറിയിക്കുന്നില്ല, കാരണം എന്റെ ഹാബിറ്റ്സ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല, അങ്ങനെ ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് അർഹിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും. ചിലവരുണ്ടാവും, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എത്ര വയസ്സായാലും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഉള്ളില് ജെന്യൂൻ ആയിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്, അതാണ് എഴുതേണ്ടത്. നിങ്ങൾ എത്രത്തോളം ഇതിന്റെ ആൻസറിനോട് ജെന്യൂൻ ആവുന്നോ അത്രത്തോളം ഇത് വർക്കൗട്ട് ആവട്ടോ. ഓക്കെ, കഴിഞ്ഞവരെല്ലാവരും ചാറ്റിൽ എന്ത് ചെയ്യാ, ജസ്റ്റ് നമ്മുടെ തമ്പിടാം.
ഓക്കെ, റൈറ്റ്. ഇപ്പോ നമ്മള് 5 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമുക്ക് അബണ്ടൻസ് വേണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള തോന്നല്. രണ്ടാമത്തത്, നമ്മൾക്ക് സക്സസ് വേണം എന്നുള്ളതിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള തോന്നല്. പിന്നെ മൂന്നാമത്തത്, നമ്മൾക്ക് ജോയ്ഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് വേണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ തോന്നല്. നാലാമത്തത് ഇപ്പൊ പറഞ്ഞത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എന്തായിരുന്നു? പീസ്ഫുൾ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾ 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ എത്ര എണ്ണം അർഹിക്കുന്നു എന്നുള്ളതൊന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഇത് 5 എണ്ണം എഴുതിയതില് 3 എണ്ണത്തിൽ ഞാൻ അർഹിക്കുന്നുണ്ടെന്നാണ് എന്റെ തോന്നലുള്ളത് എനിക്ക് ഓൾറെഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/5 കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ മാർക്ക് 3/5 കൊടുക്കാം. ഇനി ഇതിൽ ഒന്ന് ഫസ്റ്റത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 1/5 കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ എത്ര എണ്ണത്തിലാണ് നിങ്ങൾക്ക് അർഹിക്കുന്നു എന്നുള്ള ഫീല് കിട്ടിയിട്ടുള്ളത്, ആ മാർക്ക് അതിന് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റതിന് മാത്രമാണെങ്കിൽ 1 മാർക്ക്, ഫസ്റ്റ് 2 എണ്ണം ഉണ്ടെങ്കിൽ 2 മാർക്ക്, അങ്ങനെ. ഓക്കെ, ഇതൊരിക്കലും നമ്മള് സ്കൂളത്തെ എക്സാം പേപ്പർ ആൻസർ ചെയ്യുന്ന പോലെയല്ല. മാർക്ക് കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് സാറ് ചീത്ത പറയാനൊന്നും പോണില്ല. ഓക്കെ, കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് സാറ് ചീത്ത പറയാനൊന്നും പോണില്ല. ഇത് നമുക്ക് സെൽഫ് അനലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്രയാണോ ജെന്യുവൻ ആയിട്ടുള്ളത് അത്രയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം. ഇതിന് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള മാർക്ക് ഇപ്പൊ ഇവൺ 0 ആണെങ്കിൽ പോലും നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ്. വി നോ നമ്മൾ എത്ര ലോ ആണെങ്കിലും നമ്മൾ സെൽഫ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ് ഫ്രം ദാറ്റ്, അല്ലെ? അപ്പോ എത്ര ലോ ആണെങ്കിലും എന്ത് ചെയ്യാ, നിങ്ങൾ ആ മാർക്ക് അതിന് ആ ജെന്യുവൻ ആയിട്ടുള്ള മാർക്ക് കൊടുക്കാം. സോ ആ സ്റ്റെപ്പ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ മാർക്ക് ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാം. 5, 5, 4, 3, 5. ഓക്കെ, റൈറ്റ്. സോ ഏകദേശം എല്ലാവരും ഇട്ടെന്ന് വിചാരിക്കുന്നു. 6 പേര് ഇട്ടിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇപ്പൊ ഇതില് നമുക്ക് 5ഉം 3ഉം 4ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സെൽഫ് വെർത്തിന്റെ വാല്യൂ ആണ്. ഓക്കെ, സെൽഫ് വെർത്തിന്റെ വാല്യൂ ആണ്. അപ്പോ എന്താണ് സെൽഫ് വർത്ത്? ഓക്കെ, ഇതിപ്പം നമ്മൾ 5 കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇനി റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ നല്ലൊരു റിലേഷൻ ഞാൻ അർഹിക്കുന്നു എന്നുള്ളത് എന്താണ്, വേറൊരു എന്താണ്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഞാൻ ജസ്റ്റ് എന്താണ് നിങ്ങളുടെ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ എന്താണ് അനലൈസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താണ് സെൽഫ് വർത്ത്? നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം പോസിറ്റിവിറ്റി അർഹിക്കുന്നു എന്ന് നമ്മൾ തന്നെ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് നമ്മുടെ സെൽഫ് വർത്ത്. ഓക്കെ, അപ്പം ഈ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലൈഫിൽ എത്രത്തോളം നല്ലത് അർഹിക്കുന്നു എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങളും ആക്ഷൻസും ഒക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അബണ്ടന്റ് ആവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ കാര്യത്തിൽ നല്ല സെൽഫ് വർത്ത് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരാളുടെ മുന്നില് ഒരു 10 ലക്ഷത്തിന്റെ ഒരു ജോലി, ഓക്കെ, ഐ ആം അപ്പോയിന്റിങ് യു ടു, അല്ലെങ്കിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, എന്റെ 10 ലക്ഷമാണ് അതിന്റെ സാലറി, ഞാൻ നിനക്ക് ജോലി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നീ അതിൽ വരണം എന്ന് പറയുമ്പോൾ ഹൈ സെൽഫ് വർത്ത് ആണെങ്കിൽ കൂൾ ആയിട്ട് എന്ത് ചെയ്യും, ഓക്കെ ഞാൻ വരാം എന്നുള്ള, ഞാൻ ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ റിപ്ലൈ കൊടുക്കും. സെൽഫ് വർത്ത് കുറവാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയും അനലൈസ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് സെൽഫ് വർത്ത് ഉണ്ടോ ഇല്ലയെന്ന്. നമുക്ക് സെൽഫ് വർത്ത് കുറയാണെങ്കിൽ, ഞാനോ അതിനൊക്കെ ഞാൻ അയക്കണോ, അല്ലെങ്കിൽ അത്രയൊക്കെ ക്വാളിറ്റി എനിക്ക് ഉണ്ടോ എന്നുള്ള ഡൗട്ട്സ് ആണ് നമുക്ക് വരിക. ഓക്കെ, സോ
നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി വേണമെങ്കിൽ റീ അനലൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരികയാണെങ്കിൽ ലൈഫിൽ ഒരു നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും? ഓക്കെ, നമ്മൾ പോസിറ്റീവായിട്ട് കൂളായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഓക്കെ ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സെൽഫ് വർത്ത് അത്രയും ഹൈ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇനി ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മുടെ സെൽഫ് വർത്ത് കുറവായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, കാരണം നമ്മളുടെ ലൈഫില് നമ്മളെല്ലാവരും ആക്ച്വലി സെൽഫ് വർത്ത് ഉള്ള ആൾക്കാരായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള്, ഓക്കെ, നമ്മളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്തത് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് പിന്നീടുള്ള സെൽഫ് വർത്ത് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ആഹ്, ഒരു അഫെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട ആളാണ് വിചാരിക്കാം. അപ്പം റിലേഷൻഷിപ്പിൽ പെട്ടു. ഇപ്പം സ്കൂൾ ലൈഫിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ റിലേഷൻഷിപ്പിൽ പെട്ടു. ആ റിലേഷനിൽ ബ്രേക്കപ്പ് ഉണ്ടായി. അത് ഫെയിലിയർ ആയി. ആ റിലേഷൻ ഫെയിലിയർ ആയി. അങ്ങനെ ഒരാൾക്കുള്ള സെൽഫ് വർത്ത് വളരെ ലോ ആയിരിക്കും. അയാൾ വിചാരിക്കുന്ന വെച്ചാല് ഞാനിങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ പെട്ട ആളല്ലേ. അതുകൊണ്ട് ഇനി നല്ലൊരു വ്യക്തിനെയൊക്കെ കിട്ടണം എന്നുള്ളത് ഞാൻ അറിയിക്കുന്നില്ല. ഓക്കെ, ഞാൻ എന്താണ് അങ്ങനത്തെ ഒരു അർഹത എനിക്കില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ആളുടെ സെൽഫ് വർത്ത് എന്ത് ചെയ്യും? ആ അനുഭവത്തിൽ നിന്ന് അത് കാരണം കുറയുക ചെയ്യാം. ഓക്കെ, അപ്പൊ ആൾ അതിൽ അവെയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യും? നല്ല ചിലപ്പോൾ കല്യാണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ലൊരു ആലോചനകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഞാൻ അത്ര അർഹിക്കുന്നില്ല എന്നുള്ള മെന്റാലിറ്റി ആയിരിക്കും ആൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പം അവിടെ അനുഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് സെൽഫ് വർത്ത് കുറയാറുണ്ട്. ഓക്കെ, നമ്മൾ അതിൽ അവെയർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചില മിസ്റ്റേക്കുകൾ പറ്റുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? അത് നമ്മളുടെ സെൽഫ് വർത്ത് കുറക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഒന്നും അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ലൈഫ് ഇനി ഒരിക്കലും നല്ലൊരു ലൈഫായിട്ട് മാറൂല എന്നുള്ള തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? കയറുമ്പോ സ്വാഭാവികമായിട്ടും അതും എന്ത് ചെയ്യും? നമ്മുടെ സെൽഫ് വർത്തുകൾ എന്ത് ചെയ്യും? കുറക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് ഒക്കെ നമ്മൾ എപ്പോഴും കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ആണെന്ന് മാത്രമാണ്. അടുത്തത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ തെറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട്, ആ തെറ്റ് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ തെറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ ഡിസിപ്ലിൻ ആണ് ഞാൻ ലൈഫിൽ കൊണ്ടുവരേണ്ടത്, ഓക്കെ, എന്നുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ആ തെറ്റ് എന്ത് ചെയ്യും? നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരും. എങ്ങനെയാണെന്നറിയോ? സിമിലർ ആയിട്ട് ആ തെറ്റിൽ പെടുന്ന മറ്റുള്ളവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. സാധാരണ ഒരാൾ തെറ്റിൽ പെടുന്ന സമയത്ത് ബാക്കിയുള്ളവർ എന്താ ചെയ്യാ? ആ ആളെ ജഡ്ജ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും, ഒന്നിനും പറ്റൂല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? മുദ്ര കുത്തും. പക്ഷേ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് കൊടുത്തിട്ട് അതിനാവശ്യമുള്ള ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഡിസിപ്ലിൻ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ നമ്മൾ നമ്മളുടെ തെറ്റിനോട് സിമിലർ ആയിട്ടുള്ള തെറ്റുകൾ ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ നമുക്ക് കറക്റ്റ് ആയിട്ട്, അത് അവരുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അവരെ തരം താഴ്ത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ആ തെറ്റിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ തെറ്റിൽ നിന്ന് പുറത്ത് കടക്കാന്ന് മാത്രമല്ല, നമ്മുടെ സെൽഫ് വർത്ത് നമ്മൾ താഴാതെ നോക്കുകൂടിയാ ചെയ്യുന്നത്. ഓക്കെ, തെറ്റ് പറ്റി, ഞാനൊരു തെറ്റുകാരനാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആക്ച്വലി എന്താണ്? നമ്മുടെ സെൽഫ് വർത്ത് കുറയും. അങ്ങനെയാണെങ്കിൽ തെറ്റുകാരനാണെങ്കിൽ ഞാൻ ഈ ലൈഫിൽ നല്ലതൊന്നും അർഹിക്കുന്നില്ല, ഓക്കെ, എന്നുള്ള ഒരു വിശ്വാസമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. പകരം നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവൻ ആ തെറ്റിൽ നിന്ന് പോലും നമുക്കൊരു നല്ലൊരു ലെസൺ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ലെസൺ എന്ത് ചെയ്യും? കൂടുതൽ സെൽഫ് വർത്ത് കൂട്ടുക ചെയ്യും നമുക്ക്. മറ്റുള്ളവർക്ക് അത് പെടുത്തി കൊടുക്കാൻ എന്ത് ചെയ്യും? നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം സെൽഫ് വർത്തുകൾ പലപ്പോഴും നമ്മൾ ജനിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഹൈ സെൽഫ് വർത്ത് ഉള്ള ആൾക്കാരാണ്. കാരണം ഇപ്പൊ നമുക്ക് ഈ ജോയ് അല്ലെങ്കിൽ പീസ് എന്നൊക്കെയുള്ള സംഭവം ഇല്ലെങ്കിൽ കൂടിയും ജനിക്കുന്ന സമയത്ത് വളരെ സമാധാനപരമായിട്ടുള്ള ആൾക്കാരായിട്ട്, വളരെ ജോയസ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവിധ സെൽഫ് വർത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അർഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ സെൽഫ് ഏറ്റവും പ്യൂർ ആയിട്ടാണ് ആ സമയത്ത് ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പ്യൂരിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് സെൽഫ് വർത്ത് കൂടുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങള് ഇപ്പം നിങ്ങൾക്കിപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ച സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബണ്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ആർക്കാണ് റിച്ച് ആവാനായിട്ട് റിച്ച് ആവുന്ന കാര്യം പറയുന്ന സമയത്ത് എനിക്ക് റിച്ച് ആവണം എന്ന് തോന്നുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനെ എന്നെ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ജനിച്ച സമയത്താണെങ്കിലും
നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിയും അന്നത്തെ ഒരു പ്രായത്തിലുള്ള ഒരു ബുദ്ധിയും വർത്തമാനം പറയാനൊക്കെ കഴിയുന്ന ഒരാളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അർഹിക്കുന്നുണ്ടെന്നാ പറയാം. ഓക്കെ, കാരണം അന്ന് നമുക്ക് സെൽഫ് വർത്ത് നല്ലോണം ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അബണ്ടന്റ് ആയിട്ട് റിച്ച് ആയിട്ട് ജീവിക്കണം എന്ന് തോന്നാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ പഠിച്ച പാഠങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളോ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ഈ റിച്ച് ആവുന്നത് എന്തോ മഹാപാപം ആണ് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലോകത്ത് ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റിച്ച് ആയി കഴിഞ്ഞാല് എന്താ ഈ പട്ടിണിയുള്ളവരൊക്കെ ഞാന് എന്ത് ചെയ്യും, ലൈക്ക് അവരെ ഒന്നും പരിഗണിക്കാതെ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണ്ട, അവരെ പോലെ ഞാനും പട്ടിണി എടുക്കാം. അല്ലെങ്കിൽ അവരെ പോലെ ഞാനും എന്ത് ചെയ്യും, പാവപ്പെട്ടവനായിട്ട് ജീവിക്കാം. അതാണ് ഞാൻ അവരോട് ചെയ്യുന്ന ശരി എന്നുള്ള രീതിയിൽ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ലോകത്ത് എല്ലാവർക്കും അവർക്ക് ആഹ് അർഹിക്കുന്നതില്ല, അല്ലെങ്കിൽ ലോകത്ത് ആവശ്യമുള്ളതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യാം, റിച്ച് ആവാതെ അല്ലെങ്കിൽ സക്സസ് ആവാതെ ജീവിക്കാം എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറുണ്ടാവും. ഇത് എവിടുന്നാ വരുന്നത്? നമ്മൾ കൂടുതലും അറിയുന്നത് എന്താണ്, പാവപ്പെട്ടവരെ പറ്റിയിട്ടും അവരുടെ ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാല് ലോകത്ത് എന്താണ്, റിസോഴ്സസ് കുറവാണ്. ഓക്കെ. എല്ലാവർക്കും തികയുന്നത് ഇല്ല എന്നുള്ള വിശ്വാസമാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാ, നമ്മളെന്നാ പാവപ്പെട്ടവരായിട്ട് ജീവിക്കാം എന്നുള്ള, നമുക്കത് അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നൽ വരിക. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പണക്കാരായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ പണക്കാരുടെ ഫാമിലിയിൽ ജനിക്കുന്ന ആൾക്കാര് അവരുടെ മക്കളായാലും ഇതുപോലെ റിച്ച് ആയിട്ട് മാറുന്നു? നമ്മളെപ്പോഴും പറയാറുണ്ട്, പൈസ ഉള്ളവർ കൂടുതൽ പൈസ ഉള്ളവരായിട്ട് മാറുന്നു, എന്നാൽ പൈസ ഇല്ലാത്തവർ കൂടുതൽ പാവപ്പെട്ടവരായിട്ട് മാറുന്നു. ആക്ച്വലി എല്ലാവർക്കും എന്ത് ചെയ്യാം, പൈസ ഉള്ളവരായിട്ട് മാറാം. ഓക്കെ. പക്ഷെ അവിടെ സാധിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ രണ്ട് കാറ്റഗറി ആൾക്കാരുടെ ഇടയ്ക്ക് കിട്ടുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വിശ്വാസങ്ങൾ ഏതാണെന്നുള്ളതിനനുസരിച്ചാണ്. ഓക്കെ. പൈസ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, അവരുടെ മെന്റാലിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാവർക്കും ഉള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റിസോഴ്സുകൾ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഷെയർ ഞാൻ എടുക്കുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യും, അവർ പണക്കാരനായിട്ട് മാറും. ഈവൻ അവരെന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക പോലും ചെയ്യും. എന്നാൽ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പഠനം, അവർക്ക് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഫുൾ പാവപ്പെട്ടവരെ മാത്രമാവുമ്പോൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ലോകത്തില് ഇപ്പൊ നമുക്കറിയാലോ, ഞാൻ നമ്മുടെ ഫസ്റ്റ് സെഷനില നമ്മുടെ ഫ്രീ വെബിനാർ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ആരൊക്കെ കണ്ടത്, അവരെ വെച്ചിട്ടാണ് നമ്മൾ ലോകത്തിന് മൊത്തം വിലയിരുത്തുക. ഓക്കെ. നമ്മള് പാവപ്പെട്ട 10 കുടുംബങ്ങളെ കണ്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ മെന്റാലിറ്റിയില്, നമ്മുടെ വിശ്വാസത്തില് ലോകത്തിലും എന്താണ് ഭൂരിഭാഗം ആൾക്കാർ പാവപ്പെട്ടവരാണ് എന്നുള്ള ചിത്രമായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. നമ്മൾ ലോകത്തിനെ പറ്റി ആ ചിത്രം നമുക്ക് ഉണ്ടാവുക. ഓക്കെ. എന്നാൽ നമ്മള് പണക്കാരായിട്ടുള്ള ഒരുപാട് അബണ്ടന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും, ലോകത്തിലെ എല്ലാവരും റിച്ച് ആണ് അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു അബണ്ടൻസ് ഉള്ളവരാണ് എന്നുള്ള ധാരണയാണ് ലോകത്തിൽ നമ്മളെ പറ്റി ഉണ്ടാവുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പാവപ്പെട്ടവരെ മാത്രം കണ്ടിട്ട് അത് മാത്രമാണ് ലോകം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോകത്തില് ആവശ്യമുള്ള ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ളതില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, പാവപ്പെട്ടവനായിട്ട് ജീവിക്കാം എന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇതെന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് വർത്ത് കുറക്കും. ഏതുവരെ? നമ്മൾ അത് അങ്ങനെ എല്ലാം തിരിച്ചറിയുന്നവരെ. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ലോകം, ഒരുപാട് തരത്തിലുള്ള ആൾക്കാരൊക്കെ കാണുന്ന ആൾക്കാർ, ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്യും, ഇവൻ ചെറുപ്രായത്തിൽ അവർക്ക് സെൽഫ് വർത്ത് കുറവാണെങ്കിൽ കൂടിയും ഇപ്പം വലിയ വലിയ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യും, ഞാൻ വിശ്വസിച്ചിരുന്ന പോലെ അല്ല കേട്ടോ ലോകം. ഓക്കെ. എന്താണ് ലോകം, എന്താണ് ഇങ്ങനത്തെ ലൈഫുകൾ ഉണ്ട്. ഓക്കെ. ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. റിച്ച് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും നമുക്ക്. അങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകളെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇവര് അവരുടെ മുന്നത്തെ കാഴ്ചപ്പാട്, ലോകത്തിനെ പറ്റിയിട്ടുള്ള ലോ ആയിട്ടുള്ള കാഴ്ചപ്പാട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ. അവരുടെ മൈൻഡ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് അവരുടെ സെൽഫ് വർത്ത് എന്ത് ചെയ്യും, കൂടുന്നുള്ളതാണ്. പക്ഷേ ഒരേ സ്ഥലത്ത് ജനിച്ച് ഒരേ ആൾക്കാരെ കണ്ടിട്ട്, ഇവൻ അത് ഒരു ലോ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ലോകം മൊത്തം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സക്സസ് ആവേണ്ട ആവശ്യമില്ല, ഞാനും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ സെൽഫ് വർത്ത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ ആക്ച്വലി എന്താണ്, എല്ലാവരും നല്ല സെൽഫ് വർത്ത് ഉള്ള ആൾക്കാരാണ്, എല്ലാവരും എല്ലാം അർഹിക്കുന്നുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോർത്ത് അമേരിക്കയിൽ മാത്രം ഏഹ് ലോകത്തിലുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു 2 ഏക്കർ ലാൻഡാ തോന്നുന്നു കേട്ടോ. എന്റെ
ഇതനുസരിച്ചിട്ട് 2 ഏക്കർ ലാൻഡ്. ഓക്കെ, നോർത്ത് അമേരിക്കയിൽ മാത്രം ഉള്ള ലാൻഡ് ലോകത്തിൽ എല്ലാവർക്കും 2 ഏക്കർ വെച്ചിട്ട് കൊടുക്കാനുള്ളത് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അതായത് ലോകത്തിൽ ആക്ച്വലി എന്തുണ്ട്, എല്ലാവർക്കും ആവശ്യമുള്ള റിസോഴ്സ് ലോകത്ത് അവൈലബിൾ ആണെന്നാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള പഠനങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളോ അതൊന്നും അതിനോട് യോജിക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല. ഇത് എന്താണ്, ലോകത്തിൽ എല്ലാവരും കഷ്ടപ്പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം എന്നുള്ളതാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വളർന്നതിന് ശേഷമുള്ള സെൽഫ് വർത്ത് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെൽഫ് വർത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു ജോലി ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമുക്ക് ജോലി തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം പണക്കാരനായി കഴിഞ്ഞാൽ എന്തോ കുറ്റകരമാണ്, പാവപ്പെട്ടവരെ ഞാൻ വഞ്ചിക്കുകയാണ് എന്നുള്ള തോന്നലായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. ഓക്കെ, ഇനി നിങ്ങൾ ഇത് സെൽഫ് അവയർനെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സെൽഫ് അവയർനെസ് ഒക്കെ നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ അതൊന്നും ഞാൻ അറിയിക്കുന്നില്ല എന്നുള്ള രീതിയിലാണോ തോന്നൽ വരുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സെൽഫ് വർത്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെൽഫ് വർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാവുക, സെൽഫ് വർത്ത് കുറവാണോ കൂടുതലാണോ, എന്നാൽ എത്രത്തോളം അത് നമ്മൾ ഇതാക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാവുക. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും മേഖലയിൽ, അത് നമ്മളുടെ സക്സസിലായിക്കോട്ടെ, നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മുടെ ഹെൽത്തിലായിക്കോട്ടെ, നമ്മുടെ എനർജറ്റിക് ലൈഫിലായിക്കോട്ടെ, ഇതിലൊക്കെ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നല്ല സെൽഫ് വർത്ത് വേണം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഒരു കാര്യം ആവശ്യമാണ് എന്ന് തോന്നുന്നത് മുതലാണ് ആ കാര്യത്തിലേക്ക് അയാൾ ഗ്രോ ചെയ്തു തുടങ്ങുക. ഓക്കെ, നമുക്കൊരു കാര്യം ആവശ്യമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിലേക്ക് ഗ്രോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പൈസ പൈസ എന്നത് നമ്മുടെ ലോ സെൽഫ് വർത്തിലാണെങ്കിൽ പൈസ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് വരും. നമുക്ക് എന്താണ്, അത് ഉണ്ടാക്കുക എന്നുള്ളത് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷേ പൈസ വേണം, എനിക്ക് സമാധാനപരമായിട്ടുള്ള ലൈഫിലും പൈസയും കൂടിയും അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, പൈസ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം പൈസനെ നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ട് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫ്ലോ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവില്ല. പൈസനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് നിർത്തുമ്പോഴാണ് എന്ത് ചെയ്യാം, അതിനെ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് നമ്മുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് വർത്തിനെ ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഓരോ കാര്യത്തിനെ പറ്റിയിട്ടുള്ള വിശ്വാസങ്ങൾ എന്താണ്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സെൽഫ് വർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഈ ഒരു സെൽഫ് വർത്ത് നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പോ പറയാറുണ്ട്, നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് പറയാറുണ്ട്. നമ്മുടെ മൈൻഡിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക. അപ്പം സെൽഫ് വർത്ത് കുറഞ്ഞ ആൾക്കാർ ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നെഗറ്റീവ് ആയിട്ടോ, അല്ലെങ്കിൽ അത് എല്ലാത്തിനും ഒരു ഡേഞ്ചർ ആയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് നമ്മൾ അർഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ, ചില ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ്, ഓക്കെ, ഞാനിപ്പം 25 വയസ്സായി, 30 വയസ്സായി, അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ 50 വയസ്സായി ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഇനി ഞാൻ അർഹിക്കുന്നില്ല എന്ന് ഒരാൾക്ക് വിശ്വാസമായിട്ട് ഉള്ളിലുണ്ടാവും. കാരണം എന്താണ്, അയാൾ കാണുന്ന 40 വയസ്സുള്ള 50 വയസ്സുള്ള ആൾക്കാരൊക്കെ എന്താണ്, ചിലപ്പം തളർന്നു തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നും എനർജറ്റിക് ആയിട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താണ്, ലൈക്ക് ഹെൽത്തിനെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാവും. സ്വാഭാവികമായിട്ട് അതിൽ നിന്നായിരിക്കും ഇയാളുടെ ഉള്ളിൽ എന്തുണ്ടാവുക, ഓക്കെ, 50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാല് എന്താണ്, എല്ലാരും തളരും, എനിക്ക് പിന്നീട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഞാൻ അറിയിക്കുന്നില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഈ ആള് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പെടുക, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസും അല്ലെങ്കിൽ യോഗയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ പെടുമ്പോൾ എന്ത് ചെയ്യും, ഇയാളുടെ അവയർനെസ് മാറും. അപ്പൊ അയാൾ സെൽഫ് വർത്ത് കൂടുകയും ചെയ്യും. അപ്പൊ ആൾക്ക് തോന്നും, ഓ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇത്രയും വയസ്സിലും എനിക്ക് എനർജറ്റിക് ആയിട്ട് നിൽക്കായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അയാളുടെ അവയർനെസ് മാറും. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, അയാളുടെ ഉള്ളിലുള്ള ആ ശരിയായിട്ടുള്ള ഹെൽത്ത് എത്രത്തോളം അയാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പോലും അയാൾ ശ്രമിച്ചു തുടങ്ങുള്ളൂ എന്നാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ജോയ്. ജോയ് മീൻസ് ആഹ്ലാദം. നമ്മളറിയാം, കുട്ടിയായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും വളരെ ജോയസ് ആയിട്ട്, വളരെയധികം എനർജറ്റിക് ആയിട്ടൊക്കെയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ
വളർന്നു വലുതായ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്താണ് വളർന്നു വലുതായ സമയത്ത് അവരുടെ ഉള്ളിലത്തെ ആഹ്ലാദം, അവരുടെ ഉള്ളിലത്തെ കുട്ടിത്തം, അവരുടെ എനർജി ഒക്കെ എന്ത് ചെയ്തു ചുരുങ്ങി 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 പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെന്താ ലൈഫ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, എന്താണ് വളർന്നു വലുതാവുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിലത്തെ ആ ജോയസ് ഒക്കെ പോകും. അത് നോർമലാണ്, ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് പോവാം. സ്വാഭാവികമായിട്ടും എന്താണ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത്ര ജോയ് ഒക്കെയാണ്, ഇത്ര ആഹ്ലാദമൊക്കെയാണ് ലൈഫിൽ ഞാൻ അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് കിടക്കുന്നുണ്ടാവാം. അതിനനുസരിച്ചുള്ള ആഹ്ലാദം നമ്മുടെ ലൈഫിൽ വരുള്ളൂ. പക്ഷേ നമ്മൾ കണ്ടാവും ചില ആൾക്കാരൊക്കെ വളരെയധികം ചിലപ്പം ഹൈ പൊസിഷനിലൊക്കെ നിൽക്കാവും, ചിലപ്പം നല്ല അച്ചീവ്മെന്റ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പം അപ്പോഴും ആ ഒരു കുട്ടിത്തം, അല്ലെങ്കിൽ ആ ഒരു ജോയസ് ആയിട്ടുള്ള ആ ഒരു എനർജി ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മള് ഷാറുഖ് ഖാൻ, അല്ലെങ്കിൽ ഇവൻ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ പേളിമാണി, അങ്ങനത്തെ കുറച്ച് ആക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ, അവരൊക്കെ വലിയ പൊസിഷനിൽ വലിയ വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ അവർ വളരെ കൂൾ ആയിട്ട് ജോയസ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ നോർമലി പറയുന്നത് എന്താണ്, ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്താണ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മാറണം എന്നൊക്കെ നമ്മള് ആഹ് അങ്ങനത്തെ വിശ്വാസങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ കാണുക. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. പക്ഷേ ചില ആൾക്കാര് ഇവൻ അവർ എത്ര പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും വളരെ കൂളായിട്ട്, വളരെ എന്താണ് ജോയസ് ആയിട്ടൊക്കെ അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ്, ഇത് ചില ആൾക്കാർക്ക് മാത്രമേ അതിനെ പറ്റുള്ളൂ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, എല്ലാവർക്കും എന്ത് ചെയ്യും പറ്റും. ഓക്കെ, നമ്മളുടെ സെൽഫ് വർത്തില് ഇത് നമ്മൾ അർഹിക്കുന്നില്ല എന്നുള്ള തോന്നലാണ് നമുക്ക് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല, നമ്മൾ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അർഹിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക പോലും ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ അർഹിക്കുന്നില്ല എന്ന് തോന്നൽ എവിടുന്ന് വരുന്ന അറിയോ? നമ്മളെ കംഫർട്ട് സോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ നല്ലൊരു ജോലി അർഹിക്കുന്നില്ല എന്ന് തോന്നുന്നത് എന്താണ്, പഴയ ജോലി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുതിയ ജോലി ആകുമ്പോൾ പുതിയ ഹാബിറ്റുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടി വരും, പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൊണ്ടുപോകേണ്ടി വരും. അതൊക്കെ കുറച്ച് ഇനീഷ്യലി കുറച്ച് എന്താണ് നമ്മുടെ കംഫർട്ട് സോൺ പൊളിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അങ്ങനത്തെ കംഫർട്ട് സോണിൽ നിന്ന് പൊളിച്ചു പോകാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഞാൻ ഇതൊക്കെയാണ് അർഹിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സെൽഫ് വർത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, കൂടുതൽ ബ്ലെസ്സിങ്സ്, കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര വലിയ സംഭവങ്ങളാണെങ്കിലും നമ്മൾ അതിൽ കുറച്ചു കാലം നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ലൈഫിൽ, എത്ര വലിയ ജോലിയാണെങ്കിലും. പക്ഷെ നമ്മളത് നോക്കി കാണുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. അതായത് എന്ത്, ഞാൻ അത് അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പം, അല്ലെങ്കിൽ ആ സെൽഫ് വർത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം ഇതിലിപ്പോ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രീം ഉള്ള ആൾക്കാരുണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ ആണെങ്കിലും നിങ്ങളെ ഒരുപക്ഷെ ഇപ്പം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾ തടയുന്ന ഒരു കാര്യം, ഞാൻ അത് അർഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഓക്കെ, ആ ചിന്ത മാറ്റിയിട്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, എല്ലാവരെയും ദൈവം ഏറ്റവും സൂപ്പർബായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പടച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് നമ്മൾ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയോ, നമുക്ക് ആ കാര്യത്തിലേക്ക് സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പ് എടുത്തിട്ട് അത് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, പക്ഷെ അപ്പൊ ഇപ്പൊ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടാവും. കുട്ടികള്, ഹൗസ് വൈഫ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഇനിയും, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സീറോയിലാണെങ്കിൽ വണ്ണിലേക്ക്, വണ്ണിൽ നിന്നാണെങ്കിൽ ടൂവിലേക്ക് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ കാര്യത്തിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഹൈ ആയിട്ടുള്ള ഒരു സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യണം. അപ്പം ഹൈ ആയിട്ടുള്ള ഒരു സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് നമുക്ക് അവിടെ വില്ലനായിട്ട് വരിക എന്നറിയോ? നിങ്ങക്ക് പറയാൻ പറ്റുമോ? നമ്മളൊരു ഹൈ സെൽഫ്, ഓക്കെ, നമ്മൾ എല്ലാത്തിനും അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ഒരു അവയർനെസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഇനി വില്ലനായിട്ട് വരിക എന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒരാള് ഡൗട്ട് ആൻഡ് ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? കംഫർട്ട് സോണിന്ന് പുറത്തു വരും. യെസ്, വെരി ഗുഡ്.
Any other guesses? Procrastination. Yes. ഹലോ. ഓക്കെ. ഇനി അതിന് നമുക്ക് വില്ലനായിട്ട് വരിക ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ. ഡൗട്ടും ഫിയറും കംഫർട്ട് സോണും പ്രൊക്കാസ്റ്റിനേഷനും ഒക്കെ ഉള്ളത് എന്താണ്? നമ്മുടെ ഉള്ളിലാണ്. ഓക്കെ. നമ്മൾ തന്നെയാണ് അവിടെ വില്ലൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കുറച്ച് വിശ്വാസങ്ങൾ അവിടെ ഫിക്സ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. നമുക്കറിയാം പല വിശ്വാസങ്ങളും നമ്മളായിട്ട് മൈൻഡ് സെറ്റിൽ ഡെവലപ്പ് ചെയ്തല്ല. എന്താണ്? നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ, നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മളെ പറ്റിയിട്ടും ലോകത്തിനെ പറ്റിയിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഓക്കെ. ഇനി നമ്മള് ഞാൻ എല്ലാം ഡിസർവ് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും എന്ത്? ഏയ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ശരിയല്ലല്ലോ, അത് ശരിയല്ലല്ലോ, അങ്ങനെയുള്ള കുറെ ഡൗട്ടുകൾ നമുക്ക് ഇട്ടുതരും. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് ഫിയർ നമുക്ക് ഇട്ടുതരും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കംഫർട്ട് സോൺ, ഓക്കെ, പൊളിക്കാനുള്ള മടി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഏഹ് നമ്മളിപ്പോ അങ്ങനെയൊക്കെ അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുതിയത് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കലാണ്. അപ്പൊ അത് പുറത്ത് കടക്കാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ കംഫർട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ നിന്ന് കുറെ മടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇട്ട് തരുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ പിന്നെ ഇതിന് പുറത്ത് കടക്കാൻ പറ്റുക? ഓക്കെ. വൺ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ ചേഞ്ച് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഓക്കെ. നിങ്ങളുടെ ഉള്ളില് ലോകത്തിനെ പറ്റിയിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള വിശ്വാസങ്ങൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇത്ര കാലം ആഹ് ഞാൻ ഒന്നും അർഹിക്കുന്നില്ല എന്നുള്ള വിശ്വാസം കയറി കയറിയിട്ട് അതൊരു കോൺക്രീറ്റ് ഇട്ട പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ കോൺക്രീറ്റ് ഇട്ടത് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് I deserve every positive things in my life. I deserve all success in my life. I deserve a healthy life in my life. എന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളോട് തന്നെ. ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്. ഓക്കെ. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടിച്ച് കളഞ്ഞിട്ട് പകരം പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് ഉപദേശം തരിക, നമുക്ക് ആഹ് പ്രോത്സാഹനം തരിക. ഓക്കെ. നമുക്ക് മാത്രമേ നമ്മളെ അറിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല ഉപദേശം, ഏറ്റവും നല്ല സപ്പോർട്ട്, ഏറ്റവും നല്ല പോസിറ്റീവ് വേർഡ്സ് കൊടുക്കാൻ പറ്റിയ നമുക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അവയർനെസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കളയാനും പുതിയതായിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ച് ദിവസം ഞാൻ എല്ലാത്തിനും അർഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിശ്വാസം കൊടുത്ത് 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 റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അറിയോ? ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? നിങ്ങൾക്ക് പല പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ പൈസ അല്ലെങ്കിൽ അബണ്ടൻസ് അറിയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊക്കെ സ്റ്റെപ്സ് എടുത്തു തുടങ്ങാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറ്റും. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹെൽത്തി ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഞാൻ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ യോഗ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അങ്ങനത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് അങ്ങനത്തെ തോട്ട്സ് നമുക്ക് വരും. ഓക്കെ. ഇനി എനിക്ക് ജോയസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ ജോയ് ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ സന്തോഷം അത്രയും ആഹ്ലാദം തരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഓക്കെ. അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യും തോറും എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു തുടങ്ങാൻ പറ്റും. ഓക്കെ. അത് എടുത്ത് തുടങ്ങുന്നതാണ്. ഓക്കെ. അപ്പോ ഇതാണ് നമ്മൾ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഞാനൊരു കോട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ. റൂമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. You are born with potential. You are born with goodness and trust. You are born with ideals and dreams. You are born with greatness. You are born with wings. You are not meant for crawling. So don't. You have wings. Learn to use them and fly. ഓക്കെ. നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എല്ലാവിധ പൊട്ടൻഷ്യലോട് കൂടെയും ഡ്രീംസോട് കൂടെയും ഗ്രേറ്റ്നെസ്സോട് കൂടെയും, ഇവൺ നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകുകൾ പോലും, വിച്ച് മീൻസ്
നമ്മുടെ ഏതൊരു ഡ്രീമാണോ അതിലേക്ക് പോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യരുത്, ജീവിതത്തില് ക്രോൾ ചെയ്യരുത്, ഞെരങ്ങി പോവരുത്. എന്ത് ചെയ്യണം, നമ്മൾ പറക്കാനുള്ള ആൾക്കാരാണ്. ഓക്കെ, എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റൂമി പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ജനിച്ച അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരുന്നു, അതാണ് നമ്മളെ ദൈവം പടച്ച അവസ്ഥ. ഓക്കെ, പിന്നെ നമുക്ക് വന്നതൊന്നും ദൈവം തന്നതല്ല. വിച്ച് മീൻസ് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫോ എന്തോ കേറിയിട്ടുണ്ടെങ്കിലോ അതൊന്നും പടച്ചവനായിട്ട് തന്നതല്ല. എന്താണ്, പിന്നീട് നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും, ദൈവം തന്നത് നിലനിർത്തുക, അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മള് നമ്മളുടെ ലൈഫിലെ എല്ലാ പോസിറ്റിവിറ്റിയിലേക്കും എന്ത് ചെയ്യുക, നീങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാം, അതിനെ നമ്മൾ തിരുത്തുക. അതിനാണ് നമ്മൾ സെൽഫ് അവയർനെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരുത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഗ്രേറ്റ് ആയിട്ട് ജനിച്ചതാണ് നമ്മളെല്ലാവരും. അപ്പം ഇനി അതിനെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഏറ്റവും നല്ലൊരു സക്സസിലേക്ക്, നമ്മുടെ ലൈഫ് ഏറ്റവും ഹാപ്പിനെസ്സിലേക്ക്, ജോയസിലേക്ക്, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക്. ഓക്കെ, നമുക്കറിയാം ഈ പീസ്ഫുൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന വെച്ചാൽ സമാധാനപരമായിട്ടുള്ള ജീവിതം ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയും. അതിൽ ആക്ച്വലി എന്താണ്, ഈ പെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ്. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ള എന്തായിരിക്കും, ഉള്ളിലുള്ളത് സന്തോഷം സമാധാനം മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ആളോട് നമുക്ക് കുറ്റം പറയാൻ പോലും ഉണ്ടാവില്ല. കൂടുതൽ ആൾക്കാരും ലൈഫിൽ ലൈക്ക് ഇങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ പറയുക, അല്ലെങ്കിൽ ഒരുപാട് പരദൂഷണമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി അവരുടെ ഉള്ളിലുള്ളത് വേറെന്തൊക്കെയോ ഡിസ്കംഫേർട്ട് ആണ്. അതിനെ മറച്ചു വെക്കാനാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്കംഫേർട്ടുകൾ വേറെ രൂപത്തിൽ എന്ത് ചെയ്യാണ് ഇവര് മറ്റുള്ളവരോട് പറയാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് വി ബിക്കം അവെയർ. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ട്രൂ അബണ്ടൻസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അവർ നെറ്റ് വർത്ത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ സെൽഫ് വർത്ത്. ലൈഫിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നെറ്റ് വർത്ത് അനുസരിച്ച് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഇൻകം അനുസരിച്ച് മാത്രമല്ല, അത് നമ്മുടെ സെൽഫ് വർത്ത് എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചാണ്. ഈ അബണ്ടൻസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് സ്നേഹത്തിന്റെ കാര്യത്തിൽ അബണ്ടന്റ് ആവാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സമാധാനത്തിന്റെ കാര്യത്തിൽ അബണ്ടന്റ് ആവാൻ പറ്റും. ഓക്കെ, നമ്മൾക്ക് നമ്മള് എന്താ പറയാ, ജോയ്, ആഹ്ലാദത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബണ്ടന്റ് ആവാൻ പറ്റും. മണിയുടെ കാര്യത്തിൽ ആവാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ലൈഫിലെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അബണ്ടന്റ് ആവാൻ പറ്റും. അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട എന്താണ്, സെൽഫ് വർത്ത് ആണ്. ഓക്കെ, ഈ സെൽഫ് വർത്ത് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ അബണ്ടൻസിനെ വെൽക്കം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അതിലൊരു 5 സ്റ്റെപ്പാണ്. ഒന്ന്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കുക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 15 വയസ്സായ, 20 വയസ്സായ, 25 വയസ്സായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം നമ്മൾ ജനിച്ച സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ജനിച്ച ആൾക്കാരാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ സെൽഫിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, ഈ അനുഭവങ്ങൾ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയ ആള് ആ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അതിലത്തെ പെയിനിൽ നിന്ന് അയാളുടെ സെൽഫിനെ മനസ്സിലാക്കുന്ന സമയത്ത് അയാൾ ഒരു സെൽഫ് വർത്തും ഇല്ലാത്ത ആളാവാൻ ചാൻസ് ഉണ്ട്. കാരണം അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒന്നും അറിയിക്കുന്നില്ല, ലോകം ഏഹ്, മോശമാണെന്നുള്ളൊരു വിശ്വാസമായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ സെൽഫ് വർത്ത് കുറവായിരിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സെൽഫിന് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മള് ജനിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെല്ലാം അർഹിക്കുന്നുണ്ടെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്നിട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ അർഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് നടത്തി, കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ അടിപൊളിയായിരുന്നു, നമ്മൾ വളരെ പ്യൂർ ആയിരുന്നു, നമുക്ക് മനസ്സിലായി. ഇനി സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടിയായ നമ്മൾ വളർന്ന് വലുതായി, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് സെൽഫ് വർത്ത് കുറക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളുണ്ട്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണ്, സെൽഫ് ലവ്. ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഉള്ള നമ്മളെ എന്ത് ചെയ്യുക, നമ്മൾ സ്നേഹിക്കുക.
നമുക്കറിയാം ഞാൻ ഫുള്ള് പോസിറ്റീവായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ സ്നേഹിക്കില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ദാ ഇപ്പൊ ഈ മൊമെന്റിൽ സ്നേഹിക്കാൻ പറ്റണം. നമ്മൾ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, കാരണം നെഗറ്റീവും പോസിറ്റീവും ഉള്ള ഒരാളെ പോസിറ്റീവ് മാത്രമാക്കി മാറ്റണമെങ്കിൽ അവിടെ നെഗറ്റീവും പോസിറ്റീവും ഉള്ള അവസ്ഥയിൽ തന്നെ അയാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ഓക്കെ, അത് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ ആണെങ്കിലും. ഓക്കെ, അപ്പൊ അങ്ങനെ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? പതുക്കെ പതുക്കെ നമ്മളെ നെഗറ്റീവുകൾ കുറഞ്ഞു 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 വന്നിട്ട് പോസിറ്റീവുകൾ കൂടി കൂടി വരുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താ വേണ്ടത് വെച്ചാൽ സെൽഫ് ലവ് വേണം. നാലാമത് സെൽഫ് റെക്കഗ്നിഷൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചാമത്തത് സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞു, നമ്മളുടെ ലൈഫിൽ സെൽഫ് വർത്ത് കൂടാനായിട്ടോ കുറയാനായിട്ടോ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ സെൽഫ് വർത്ത് കുറയാനായിട്ട് ഒരു കാരണം ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആം, നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് മോനെ. അതുകൊണ്ട് നമ്മള് വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മള് ആഹ്, നമ്മളുടെ ഇപ്പം ചിലപ്പം നമ്മൾ പണ്ടൊക്കെ ഈ ചെറിയ എസ്പെഷ്യലി വളരെ പാവപ്പെട്ട ഫാമിലിത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉമ്മ എനിക്ക് ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് ആ മുട്ടായി വേണം, ഈ മുട്ടായി വരുമ്പോൾ ചില ഉമ്മമാര് പറയും, അല്ലെങ്കിൽ ഉപ്പമാര് പറയും, എന്ത് മോനെ നമ്മള് അങ്ങനത്തെ പണക്കാരൊന്നല്ല, നമ്മൾ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവിടെ ഉപ്പമാര് അറിയാതാണ് അങ്ങനെ പറയണമെങ്കിൽ കൂടിയും കുട്ടിക്ക് എന്താണ് ലോകത്തിനെ പറ്റിയുള്ള ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ അവനവനെ പറ്റിയിട്ടുള്ള വിശ്വാസമാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടി എന്ത് വിശ്വസിക്കുക, ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിക്കാൻ പാടുള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഡ്രീം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതമൊക്കെ അർഹിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് വിശ്വാസം കയറി പോവുക. സ്വാഭാവികമായിട്ടും അതാണ് ആ കുട്ടിയുടെ സെൽഫ് വർത്ത് ആയിട്ട് മാറുക. അപ്പൊ അങ്ങനെ സെൽഫ് വർത്ത് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കൂടിയും നമുക്ക് ഇനി സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യണം. പഴയതുപോലെ സെൽഫ് വർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ, ഇനി മുതൽ മറ്റുള്ളവരല്ല എന്റെ സെൽഫ് വർത്ത് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും അർഹിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആഹ്, പുറത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാനും, നമ്മളെല്ലാം അർഹിക്കുന്നുണ്ട്, നമ്മള് ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ആണ് എന്നുള്ള രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അപ്- എന്താ പറയാ, നമുക്ക് പടച്ചോനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പടച്ചോനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പടച്ചോൻ എനിക്ക് എന്നെ ഇങ്ങനെ പടച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് പടച്ചോൻ എന്നെ ഇങ്ങനെ ആക്കിയതാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന സമയത്ത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോനെ എല്ലാം പുറത്തു തരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശപിക്കുന്ന ഒരാളല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പടച്ചോനെ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. പക്ഷെ ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യണം? പടച്ചോൻ എല്ലാം പുറത്തു തരുന്ന ആളാണ്. ഇവൻ ഞാൻ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും അത് പുറത്തു തരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബിലീഫ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് സെൽഫ് വർത്ത് കൂടുകയും ചെയ്യും. പടച്ചോനെ പറ്റിയിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിൽ കൂടുന്നതാണ്. ഓക്കെ, അപ്പോ അതിനാണ് നമ്മൾ എന്താ പറയാ, സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇനി മുതൽ നമ്മുടെ ലൈഫിന്റെ നമ്മൾ എത്രത്തോളം സെൽഫ് വർത്ത് ഉള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. മറ്റുള്ളവരല്ല അത് പറയേണ്ടത്. ഇനി മുതൽ എന്താണ്, നമ്മളാണ് നമ്മളുടെ സെൽഫ് വർത്ത് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, പല കാര്യങ്ങളിലും ഇപ്പം നമുക്കറിയാം സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ പറയും, ആഹ് മോനെ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ ഇത്രയൊക്കെ അറിയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിന്റെ കാര്യം കൂടി നീ ആലോചിക്കണം. ഓക്കെ, ചിലപ്പോ നമ്മള് ആഹ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്ക് തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്തായിരിക്കും. അപ്പൊ പക്ഷെ അവർ പറയുമ്പോൾ എന്ത് ചെയ്യും, നീ നിന്റെ ഒരു ലെവലും കൂടി ആലോചിക്കണം, എന്നിട്ട് വേണം ആഗ്രഹിക്കാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, ഒരു നല്ലൊരു ഡ്രീമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ല ഡ്രീം ഉണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ചില ആൾക്കാർ തളർത്താനായിട്ടുണ്ടാവും. അതായത് ആഹ് ഈ ഡ്രീമൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മളുടെ നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെ കമാൻഡ് ചെയ്യും. പക്ഷെ നമ്മളുടെ സെൽഫ് വർത്തിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ അല്ലെങ്കിൽ എന്തുണ്ടാവുക, നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അയാൾ പറഞ്ഞു കേൾക്കും, അത് ശരിയാണ്, എനിക്കിത് ഞാൻ അറിയിക്കുന്നതല്ല എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കും. പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. കാരണം വി ആർ ദ ബെസ്റ്റ് ക്രിയേഷൻ ഓഫ് ദ ക്രിയേറ്റർ. ഓക്കെ, ആ ബെസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് അത് ഇൻസ്പിറേഷൻ ആയിട്ട് മാറുക. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മള് എല്ലാ മേഖലയിലും എന്ത് ചെയ്യും,
വർത്തുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ആവും. അതിനനുസരിച്ച് കൂടുതൽ ബ്ലെസ്സിങ് എന്ത് ചെയ്യും നമ്മുടെ ലൈഫിലേക്ക് വരുന്നുള്ളതാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കുറെ നമ്മൾ അർഹിക്കുന്നില്ല അർഹിക്കുന്നില്ല എന്നുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ തിരുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് അഫർമേഷൻ. നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ തിരുത്താനായിട്ട് എന്ത് ചെയ്യുക, അഫർമേഷൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ഓക്കെ. അത് നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ ഞാൻ അഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മളോട് തന്നെ നടത്തുന്ന സെൽഫ് ടോക്കിനെയാണ് നമ്മൾ അഫർമേഷൻ എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് അഫർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അഫർമേഷൻ ആണിത്. ഓക്കെ. എന്ത് ചെയ്യാം, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസം ഞാൻ ഒന്നിനും അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ഈ ഒരു അഫർമേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് എന്താ പറയുന്നത് അതാണ് സെൽഫ് അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഐ ആം വർത്തി ഓഫ് ഹെൽത്തി വെൽത്തി പീസ്ഫുൾ, വേണമെങ്കിൽ ജോയ്ഫുൾ കൂടി എന്ത് ചെയ്യാം ആഡ് ചെയ്യാം കേട്ടോ. ജോയ്ഫുൾ സക്സസ്ഫുൾ ലൈഫ്. ഈ അഫർമേഷൻ നമുക്ക് നമ്മളോട് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ. ഡെയിലി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ വില്ലൻ ആരായിരിക്കും, നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ ഒന്നിനും അർഹനല്ല എന്നുള്ളൊരു തോട്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഡേയ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ. ഉള്ളിൽ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് തോട്ട് വരികയും ചെയ്യും. അപ്പൊ അതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ഇത് പറഞ്ഞു പോവാ. നിങ്ങൾക്ക് എത്രത്തോളം ദിവസം ഇത് പറയാൻ പറ്റും അത്രത്തോളം ദിവസം എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് മിനിമം ഒരു 11 ടൈംസ് എങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ പറയാം. നിങ്ങൾ ഇത് പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ സെൽഫ് വർത്ത് എന്ത് ചെയ്യും, കൂടി കൂടി വരും. ഓക്കെ. അത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം, നിങ്ങളെ പറ്റിയിട്ടുള്ള വിശ്വാസം, നിങ്ങളെ എല്ലാം അർഹിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം എന്ത് ചെയ്യും, കൂടി കൂടി വരുന്നുള്ളതാണ്. അത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടുതൽ ബ്ലെസ്സിങ്സിലേക്ക് സ്റ്റെപ്പ് എടുക്കാനാണ് നമുക്ക് തോന്നും, അല്ലെങ്കിൽ കൂടുതൽ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് അട്രാക്ട് ആയിട്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. ഓക്കെ. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട, ഓക്കെ, ഈ ടാസ്കുകൾ പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്ന ടാസ്ക് മുതൽ ഇന്നത്തെ ടാസ്ക് വരെ ഒരിക്കലും നിങ്ങൾ ഒരാഴ്ച മാത്രം ചെയ്യേണ്ടതല്ല. ഓക്കെ. എപ്പോഴാണോ നിങ്ങൾക്ക് സെൽഫ് വർത്ത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് കുറവുണ്ട് തോന്നുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ വരുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾ സെൽഫ് വർത്തിന്റെയും സെൽഫ് അക്സെപ്റ്റൻസിന്റെയും സെൽഫ് ലവിന്റെയും ഒക്കെ ടാസ്കുകൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇതിന് മുന്നുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എങ്ങനെയൊക്കെയോ എവിടുന്നൊക്കെയോ കുറെ വിശ്വാസങ്ങൾ ഉള്ളിൽ കയറിയിട്ടുള്ള ലൈഫാണെങ്കിൽ ഇനി നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ സെൽഫ് വർത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് അഫർമേഷനെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഫർമേഷൻ. ഐ ആം വർത്തി ഓഫ് ഹെൽത്തി വെൽത്തി പീസ്ഫുൾ സക്സസ്ഫുൾ, ആണെങ്കിൽ ജോയ്ഫുൾ ലൈഫ് എന്ന് കൂടി കൊടുക്കാം. ഓക്കെ. മാത്രമല്ല നമ്മളത് പറയുന്ന സമയത്ത്, അഫർമേഷൻ പറയുന്ന സമയത്ത് അതിനെ ഫീൽ ചെയ്യുക കൂടി ചെയ്യണം എപ്പോഴും. ഫീൽ ചെയ്യാൻ മീൻസ് നമ്മൾ ശരിക്കും ബിലീവ് ചെയ്യണം. ഓക്കെ. അതായത് ഐ ആം വർത്തി ഓഫ് ഹെൽത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ കൂടി മനസ്സിൽ കാണണം. ഓക്കെ. നമ്മൾ വെറുതെ ഹെൽത്തി വെൽത്തി പീസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നേക്കാളും ബെറ്റർ എപ്പോഴും എന്താണ്, നമ്മൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല വെൽത്തി ആയിട്ടുള്ള, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് വെർത്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളത് അഫർമേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, പതിയെ പതിയെ നമ്മുടെ ഉള്ളിലത്തെ വിശ്വാസങ്ങൾ എന്ത് ചെയ്യും, മാറി മാറി വരുന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് വർത്തുകൾ കൂടുന്നതാണ്, അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻസ് എടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ സെഷന്റെ നമ്മുടെ ടാസ്ക്. ഓക്കെ. നിങ്ങൾ ഏതൊരു ടാസ്ക് ആയിക്കോട്ടെ, നിങ്ങൾ ആ ടാസ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ റിസൾട്ടുകൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാം, കൂടുതൽ ടാസ്കുകൾ ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് തന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ടാസ്കുകൾ ചെയ്യും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത്ര കാലം ഞാൻ വിശ്വസിച്ചിരുന്ന സംഭവം ഇതായിരുന്നല്ലോ, പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നു അല്ലേ, എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാൻ പറ്റൂലേ എന്നുള്ള തോട്ടാണ് നമ്മുടെ ഉള്ളിൽ വരിക. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ എന്റെ ഉള്ളിൽ മാറ്റാനുണ്ടാവല്ലോ, ഇനിയും എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുമല്ലോ, ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ എന്റെ ഉള്ളിൽ ഉണ്ടാവല്ലോ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ടാസ്കുകൾ ചെയ്യുന്നുള്ളതാണ്, നമ്മുടെ സെൽഫിന്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട്, നമ്മളുടെ തന്നെ ഉള്ളിലുള്ള സന്തോഷം സമാധാനം സ്നേഹം ഒക്കെ അറിയാനായിട്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, ആദ്യം ടാസ്കുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പം ഇതൊക്കെയായിരിക്കും നമ്മുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്. ഓക്കെ. സെൽഫ് റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പം സെൽഫ് അവയർനെസ്, സെൽഫ് ലവ്, പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ഫോർഗീവ്നെസ്, അതുപോലെ തന്നെ ഇന്ന് സെൽഫ് വർത്ത് പറഞ്ഞു.
ഓക്കെ, ഇപ്പൊ സെൽഫിന്റെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തോടെ എൻഡ് ചെയ്യും. അടുത്തത് നമ്മള് നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തോട്ട്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് സെൽഫ് ഏറ്റവും അടിപൊളിയായിട്ട് നിർത്തിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മൈൻഡിനെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ സെൽഫ് എന്ന് പറയുന്നത് ഒരു മുതലാളിയും മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ അണ്ടറിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുമാണ്. ഓക്കെ, അപ്പൊ ഈ സെൽഫ് കറക്റ്റ് ആയാലാണ് എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഹെൽത്തി ആവണം എന്ന് എനിക്ക് മനസ്സിലായാലാണ് ഹെൽത്തി ആവാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ആലോചിക്കേണ്ടി വരും, അല്ലെ? അപ്പം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണം, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് എന്റെ ലൈഫിൽ വേണ്ടത്, ഏത് ജോലി അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ, ഏത് പാഷൻ, അതിൽ ഏത് രൂപത്തിൽ ഞാൻ അതിലേക്ക് പോകണം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ സെൽഫിലാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ പറയും എപ്പോഴും സ്പീഡ് അല്ല ഇമ്പോർട്ടന്റ്, ഡയറക്ഷൻ ആണെന്ന് പറയും. ഓക്കെ, നമ്മള് ഒരു ഓട്ട മത്സരത്തില് ഓടിന് പക്ഷെ ഓടുന്ന വേറെ ട്രാക്കിലാണെങ്കിൽ അതിൽ ഒരു കാര്യം ഉണ്ടാവില്ല, കുറെ ഓടി തളരാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? പകരം നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൂടി ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ പ്രൈസ് അടിക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മള് ഈ രൂപത്തില് ഡയറക്ഷൻ കറക്റ്റ് ആക്കണം. അപ്പൊ എവിടുന്നാണ് നമുക്ക് ഡയറക്ഷൻ കിട്ടുക? എപ്പോഴും നമുക്ക് ഡയറക്ഷൻ കിട്ടുക എവിടുന്നായിരിക്കും, നമ്മുടെ സെൽഫിൽ നിന്നായിരിക്കും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഹൃദയത്തിന്റെ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ തലത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുക. ഈ ഡയറക്ഷനിൽ ഓടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലൈഫിൽ സക്സസ് ആവാനും പറ്റുക, ഒപ്പം തന്നെ അതിൽ സമാധാനമായിട്ട് എൻജോയിങ് ആയിട്ട് ചെയ്യാനും പറ്റുക. മനസ്സിലായോ? അപ്പം ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എപ്പോഴും സെൽഫ് വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ ലൈഫിനെ പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടി 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 വരും. ഓക്കെ, ആ ക്ലാരിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് കുറെ ആൾക്കാർ സക്സസ് എന്നുള്ള പൊസിഷനൊക്കെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ എന്തോ ഒരു മിസ്സിങ് അവർ ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥയോ, അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം കൂടുന്ന ഒരു അവസ്ഥയൊക്കെ അവർക്ക് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാല് അവര് സ്പീഡിൽ ഓടുന്ന ആൾക്കാരാണ്, പക്ഷെ ഡയറക്ഷൻ അവർക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ഷൻ കൂടി മനസ്സിലാവണല്ലോ. അപ്പോഴാണ് നമ്മൾ ഓടുന്നതിന് പോലും അർത്ഥമുള്ളൂ. വെറുതെ ലൈഫിൽ എന്തൊക്കെയോ ചെയ്ത് ഓടിയിട്ട് കാര്യമില്ല. ഓക്കെ, ഡയറക്ഷൻ കൂടി ക്ലിയർ ആണ്. അങ്ങനെ ഡയറക്ഷൻ ക്ലിയർ ആകാനാണ് നമ്മൾ സെൽഫ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയറക്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂളായിട്ട് സമാധാനപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓടാനും ആ ഒരു ഓട്ടം തന്നെ ഒരു എൻജോയിങ് ആയിട്ട് മാറ്റാനും പറ്റും നമുക്ക്. ഓക്കെ, അപ്പോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെൽഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ഏറ്റവും നന്നായിട്ട് അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ക്ലാരിറ്റി കിട്ടും. എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു എൻജോയ് കീപ്പ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ ഒരു സെഷൻ. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ സെൽഫിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴും എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത്. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കഴിഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് സെൽഫ് വർക്ക്. ഓക്കെ, നിങ്ങളുടെ എനർജി, നിങ്ങൾ എത്രത്തോളം ജോയ്ഫുൾ ആണ്, ഓക്കെ, എന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ എത്രത്തോളം സമാധാനത്തിലാണ്. ഇതൊക്കെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിലാണെന്നറിയോ, എപ്പോഴും സെൽഫ് വർക്കിലാണ്. ഓക്കെ, ഈ സമാധാനം ഉണ്ട്, ജോയ്ഫുൾ ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസിലേക്ക് വേണ്ടി കൂൾ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, എപ്പോഴാ സക്സസിലേക്ക് പോകുന്ന ജേർണി വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്യാം, നമുക്ക് എപ്പോഴാ ഹാർഡായിട്ട് ഫീൽ ചെയ്യാം, അത് നമ്മുടെ ഉള്ളില് ഒരു കാംനെസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ ഇല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ എന്തോ സഫറിങ് ഉണ്ട്, അത് വെച്ചിട്ട് സക്സസിലേക്ക് പോകുമ്പോൾ എന്താണ്, ഫുൾ വളരെ ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഉള്ളിൽ കുറച്ച് കാമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ചെയ്യുന്ന കാര്യങ്ങൾ കൂളായിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മുടെ എനർജി അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ അന്ന് എയറോപ്ലെയിനിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എയറോപ്ലെയിൻ ഷേക്ക് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് കുലുങ്ങുന്ന സമയത്തൊക്കെ ഓക്സിജൻ മാസ്ക് ഒക്കെ എന്ത് ചെയ്യും, വെക്കാനായിട്ട് നമുക്ക് അനൗൺസ്മെന്റ് ഒക്കെ വരും. നമ്മൾ ആദ്യം സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ സെൽഫ് കെയർ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ ബാക്കിയുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ പോയാലും അത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവരെ സഹായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മൾ സെൽഫ് കെയർ ചെയ്യാണ്ട് സക്സസിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെൽഫ് കെയർ ഏറ്റവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഓരോ മൊമെന്റിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഫോർഗീവ്നെസ് കാര്യങ്ങളും അങ്ങനത്തെ സെൽഫ് ഫോർഗീവ്നെസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈഗോ ഉണ്ടാവില്ല. ഈഗോ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈഗോ ആക്ച്വലി ഒരു സഫറിങ് ആണ്. ഓക്കെ, ഈഗോ എന്ന് പറഞ്ഞ ഒരു സഫറിങ് ആണ് ആക്ച്വലി.
ഓക്കെ, അത് നമുക്ക് സഫറിങ് എപ്പോഴും തരുള്ളൂ. നമുക്കിത് കോൺഫിഡൻസ് അല്ല തരിക, നമുക്ക് സഫറിങ് തരിക. നമുക്ക് എന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണണം എന്നുള്ള രീതിയിൽ ഒരു 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 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് നമ്മൾ നടക്കാൻ എങ്ങനെ ഉണ്ടാവും, അതാണ് ആക്ച്വലി ഈഗോ തരിക നമുക്ക്. പക്ഷെ നമ്മൾ സെൽഫിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ സെൽഫ് കെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മുറുകെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, സക്സസിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അപ്പോഴും ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ സെൽഫ് കെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ എഡിസൺ 1000 പ്രാവശ്യം ആ ബൾബ് കണ്ടുപിടിക്കാനായിട്ട് 1000 മിസ്റ്റേക്കുകളാണ് എഡിസൺ വരുത്തിയത്. പക്ഷെ ഈ 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷെ എഡിസനെ ഇതാക്കിയിട്ടുണ്ടാവുക. എഡിസന്റെ ആ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ സെൽഫിൽ നിന്ന് വന്ന ഡ്രീം ആയിരിക്കും. ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഏഹ്, എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാക്കണം എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാവില്ല. എഡിസന്റെ ഉള്ളിൽ നിന്ന് ആ സെൽഫിൽ നിന്ന് വന്നിട്ടുള്ള പാഷനായിട്ട് വന്നിട്ടുള്ള ഡ്രീം ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് എഡിസന് അത്രയും ക്ഷമ കാണിക്കാൻ പറ്റിയത്. ഇതുപോലെ തന്നെ നമുക്കും സെൽഫ് കെയർ ചെയ്തിട്ട് ഒരു ഡ്രീം വരികയാണെങ്കിൽ, അതിലൂടെ ഒരു പാഷൻ നമുക്ക് വരികയാണെങ്കിൽ, അത് നമുക്ക് ഏറ്റവും സമാധാനപരമായിട്ട് പേഷ്യൻസോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് പ്രഷറൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും, നമ്മൾ പീസ്ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, സെൽഫ് വർത്തിലുള്ള ടാസ്കുകളും കൂടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സെഷൻസ് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലും ഈ സെൽഫ് വർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓൾ ക്ലിയർ ആണോ? പോയോ എല്ലാരും? സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ ഇച്ചിരി ഹാർഡുണ്ട്. ഓക്കെ, നമ്മള് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം ഒരു ഒന്നില്ലെങ്കിൽ ഡിസിപ്ലിൻ എപ്പോഴും വരിക, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്, ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം, ഇതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ, മറ്റുള്ളവരുടെ ഡിസിപ്ലിൻ നമ്മുടെ ഡിസിപ്ലിൻ എല്ലാവരുടെ ഡിഫറെന്റ് ആവും, കാരണം ഓരോരുത്തർക്കുള്ളത് ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എല്ലാ കാര്യത്തിലേക്കും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിലൊരു മാറ്റർ എടുക്കുക, ഇതിലൊരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കാര്യം എടുക്കുക, അല്ലെങ്കിൽ ഇതിലൊരു പ്രശ്നം, ഒരു കാര്യം ഗ്രോ ചെയ്യണമെങ്കിൽ അത് മാത്രം എടുക്കുക, എന്നിട്ട് അതിൽ ആവശ്യമുള്ള ഡിസിപ്ലിൻ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് ശരിയാക്കിയതിനു ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഡിസിപ്ലിൻ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് പറയുമോ ആരെങ്കിലും, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് അവിടെ പറയാം. ഓക്കെ, നമ്മൾ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം നമ്മൾ ഇത് നവംബറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നലത്തെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അപ്പം ഡിസംബറിലേക്ക് ആയതാണ്. അപ്പൊ ഇനി ഡിസംബറിൽ മൊത്തം നമ്മൾ ഇനി മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഇന്നത്തെ സെഷൻസ് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, അതർ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയക്കാം. ഇനി
നമ്മുടെ സറൗണ്ടിങ്സ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മളും അങ്ങനെ ആവും. എപ്പോ നമ്മൾ അവെയർ അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ അവെയർ ആയി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യത്തിൽ നിന്നാണ് ഞാൻ മാറേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അവെയർ ആവുകയാണ്, എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് ഇവിടുന്ന് കിട്ടുന്നത് പറയുമ്പോൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, നമ്മൾ അവെയർ ആവുമ്പോൾ തന്നെ ആ മൊമെന്റ് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവിൽ നിന്ന് അകന്ന് അകന്ന് വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പെർസെന്റേജ് വെച്ച് അകില്ല, ചിലപ്പോൾ 2%, പക്ഷെ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യും, അകന്ന് അകന്ന് വരുന്നുള്ളതാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് എന്ത് ചെയ്യാകലാം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ പോലും നമ്മൾ അവെയർ ആകുമ്പോൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പതുക്കെ അതിൽ നിന്ന് അകലുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അകന്നു വരും. ഓക്കെ, ഇനി നമുക്ക് ഒറ്റയടിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവര് കുറച്ച് ഡിറ്റർമിനഡ് ആയിട്ട് എന്ത് ചെയ്യാൻ മതി, അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ തീരെ നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, അവരങ്ങനൊക്കെ പറഞ്ഞോട്ടെ, നമ്മളത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക, നമ്മൾ അതിനൊപ്പം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മളും കൂടി കൂടി ചേരാതിരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു നമ്മുടെ ഉള്ളിലൊരു ഷീൽഡ് ഉള്ളത് പോലെ, ഒരു എന്താ പറയാ, ഒരു മറ ഉള്ളത് പോലെ നമ്മൾ നിൽക്കുക. എന്നുവെച്ചാല് അവര് പറയുന്നതൊന്നും നമ്മുടെ ഉള്ളിൽ കയറുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു എന്ത് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ ഷീൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറവൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിലേക്ക് കയറാതെ ഇതാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സെൽഫ് അവെയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നെഗറ്റീവ് ആയിട്ട് സംഭവമാണെങ്കിലും അത് ശരിയാണോ തെറ്റാണോ പോലും നമ്മൾ വിശ്വസിക്കില്ല. സോറി, നമ്മൾ നോക്കൂല, നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ വിശ്വസിക്കും. പക്ഷെ അവെയർ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു ചെക്കിങ് അവിടെ എന്ത് ചെയ്യും, നടത്തുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈവൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവത്തിനെ മാറ്റി നിർത്തിയതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരു പോസിറ്റീവിലേക്ക് എത്തുക. അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, അകറ്റി അകറ്റി നിർത്തുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ ഈ സെഷൻസിൽ പങ്കെടുത്തത് പോലും എന്തായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മാറി നിന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വരാം, നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. നമ്മൾ ഇതിന് എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ വീട്ടില് കുറെ വേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കുറെ വേസ്റ്റ് നമ്മുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈൻഡാന്ന് വിചാരിക്കാം വീട്. ഈ വീട്ടിൽ വേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ പുതിയ ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. കാരണം എന്താ, വേസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ്. പുതിയ നല്ല ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ആരെ വരുള്ളൂ, ഈ വേസ്റ്റ് ഇഷ്ടമുള്ള ഗസ്റ്റുകൾ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മുടെ ലൈഫിലേക്ക് നല്ല ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലത്തെ നെഗറ്റിവിറ്റി ഒക്കെ എന്ത് ചെയ്യാം, എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഗസ്റ്റുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നത് പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർ ഇതിന് പോലും ട്രൈ ചെയ്യാറില്ല എന്ന് മാത്രം ആണ് അവിടെ ഒരു കാര്യം. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൗലോ കൊയ്ലോ പറഞ്ഞൊരു കാര്യമാണ്, പീപ്പിള് മാറാനായിട്ട് നോക്കുന്ന സമയത്ത് അവരെപ്പോഴും ചിന്തിക്കുക അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവര് അവെയർ അല്ല. ഓക്കെ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഈ ആളെ ഞാൻ ഇവിടുന്ന് മാറ്റുകയാണെങ്കിൽ ഇയാൾ എന്റെ ലൈഫിൽ നിന്ന് പോകില്ല എന്ന് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. പക്ഷെ അത് കാരണം പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും എന്ന് അവർ ചിന്തിക്കില്ല. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാൻ പറ്റുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളാണെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ആ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് ഷീൽഡ് ചെയ്യുക. എത്രത്തോളം നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നും അകലുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം എന്ത് ചെയ്യാം, ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ടുകളോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഗ്രൂപ്പിലൊന്ന് അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം, സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സെൽഫ് വർത്ത് ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ കൂടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്കൊരു സന്തോഷമാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്, നമ്മളുടെ വർക്കിനും എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. ഓക്കെ, കൂടുതൽ ആൾക്കാർക്ക് ഈ ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ഈ ഒരു അറിവുകളൊക്കെ എത്തിക്കാനായിട്ട് നമുക്കത് പ്രചോദനം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ആ, നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
So that's it for today. Bye, everyone. See you next class. Thank you for joining and listening. Thank you very much.